അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിക്റോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ജോലികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ജോലികളുണ്ട്, അതിൽ വളരെ കുറച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനിയും ഏതൊക്കെ ജോലികളാണുള്ളതെന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മുസ്ലിം ഗേൾസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ജോലികളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തെ ജോലിയാണ് എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിമാനത്തിൽ ഫ്ലൈറ്റിലൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ലേഡീസ്, നിങ്ങൾക്ക് അറിയാമല്ലോ എയർ ഹോസ്റ്റേഴ്സ്. ഇതാണ് നമ്മൾ സ്ത്രീകൾ ലേഡീസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ ജോലി. അടുത്തതാണ് ബാങ്കർ, അതായത് ബാങ്കിൽ വർക്ക് ചെയ്യുക. ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സാലറിയായി കിട്ടുന്നത് പലിശയാണ്. അതുകൊണ്ടാണ് ബാങ്ക് വർക്ക് പാടില്ല എന്ന് പറയുന്നത്. അടുത്തതാണ് ടാറ്റോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ടാറ്റോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ പച്ച കുത്തുക എന്നൊക്കെ പറയും. അതായത് കൈകളിലും കാലുകളിലും നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മൾ പൊള്ളിച്ചിട്ട് ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ടാറ്റോ ആർട്ടിസ്റ്റും ചെയ്യാൻ പാടില്ലാത്ത, അതായത് നമുക്കിങ്ങനെ ടാറ്റോ അടിച്ച് കൊടുക്കുന്ന ജോലിയും ചെയ്യാൻ പാടില്ലാത്തൊരു ജോലിയാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ മേക്ക് ഓവർ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അതായത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആൾക്കാർ, ഹെയർ അതായത് നമ്മുടെ മുടിയിൽ മുടിയിൽ താജ്മഹൽ പണിയാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഓരോരോ ചെയ്യുന്ന ജോലി. ഇതും നമ്മൾ ഗേൾസ് ചെയ്യാൻ പാടില്ലാത്തൊരു ജോലിയാണ്. മുടി വെട്ടുന്ന ബാർബർ ജോലി ബോയ്സിന് ചെയ്യാമെന്ന് മാത്രം. അടുത്തത് ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ടൊരു ജോലിയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അതായത് പ്ലാസ്റ്റിക് സർജറി ഇസ്ലാമിൽ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജനും പാടില്ല. അപ്പോൾ ഇതും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോൻ്റെ പാർട്ട് 2 ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.